ഹലോ ഗായ്സ്, അങ്ങനെ ഇന്നത്തെ നമ്മുടെ യാത്ര എവിടേക്കാന്ന് വെച്ചാൽ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ലോധി ഗാർഡനിലോട്ടാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. നല്ല ഫേമസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളിങ്ങനെ അകത്തൊന്നും കയറിയിട്ടില്ല, പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല സുന്ദരം കുട്ടപ്പൻ ഒരു സ്റ്റേഡിയം. ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ മൾട്ടി സ്പോർട്സ് സ്റ്റേഡിയം അങ്ങനെ എന്തോ ആണ് ഞാൻ കണ്ടത്. എനിക്ക് തോന്നുന്നു കുറേ തരം ഡിഫറൻസ് ഓഫ് സ്പോർട്സ് ഒക്കെ അവിടെ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ലോധി ഗാർഡനിലെത്തി. നമ്മളൊരു ഈവനിങ് ടൈമാണ് ലോധി ഗാർഡനിൽ പോയത്. നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. നിങ്ങൾ ഡൽഹിയിലൊക്കെ വന്ന് കുറച്ച് നാളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണും, നല്ലതായിരിക്കും. കാരണം ഫോട്ടോ എടുക്കാനും കുറേ റീൽസൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. എന്താ പറയുക, പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ലോധി ഗാർഡൻ്റെ ഹിസ്റ്ററി എന്നൊക്കെ പറയുമ്പോൾ നാളെ പഴയ ആൾക്കാർ ലോധി അങ്ങനെ കുറേ ടീംസിൻ്റെ പണ്ടത്തെ രാജവംശത്തിലെ ആൾക്കാരുടെ സ്മാരകങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചതെന്നാണ് എനിക്ക് ഗൂഗിളൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായത്. പിന്നെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ന്യൂ ഔട്ട്ഫിറ്റാണ്. ഞാൻ വിശാൽ മാർട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ ഗായ്സ്. പിന്നെ ഇതാണ്, ഇതിൻ്റെ അകത്തോട്ടൊന്നും ഞങ്ങൾ കയറിയില്ല, കാരണം ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫോട്ടോ എടുക്കലൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ച് എന്തിനായിട്ടുള്ളിൽ കയറി ഒരു സമയം കളയുന്നു. അതിന് ചുറ്റും വട്ടമൊക്കെ നടന്ന് 2 ഫോട്ടോ എടുക്കുക, 2 റീൽസ് എടുക്കുക, 2 ചാട്ടം ചാടുക, വഴി നോക്കുക, അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ആയിട്ട് നടന്ന്. എന്തായാലും നല്ലതാണ് ഗായ്സ്. നിങ്ങൾ വീഡിയോസൊക്കെ എടുക്കുകയാണെങ്കിൽ ഒന്ന് പോവും, നല്ല നല്ല വീഡിയോസൊക്കെ എടുക്കാം. പിന്നെ നമ്മുടെ മെയിൻ സാധനമാണ് നമ്മുടെ ബോഗൻവില്ല എവിടെ കണ്ടാലും അതിൻ്റെ ചോട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന മെയിൻ ഒരു ഫ്രണ്ട് നിങ്ങൾക്കും ഉണ്ടാവും. ആ ഫ്രണ്ടിന് നിങ്ങൾ ഇതിൻ്റെ താഴെ മെൻഷൻ ചെയ്യും. അങ്ങനെ ഞങ്ങൾ സമാധാനത്തിൽ ഫോട്ടോ എടുക്കാൻ വന്നാണ് ഗൈസ്. പക്ഷെ ഒരു കല്യാണത്തിനുള്ള ആൾക്കാരുണ്ട് ഇവിടെ, ഇത്രേ ആൾക്കാർ. ഇതാണ് ലോധി ഗാർഡൻ. അങ്ങനെ ഞങ്ങൾ ആറ്റുനോട്ട് ലോധി ഗാർഡൻ കാണാൻ. എനിക്ക് ഏറ്റവും വലിയ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കില്ലാത്ത സമയത്ത് വന്ന് 5-4 ഫോട്ടോസ് എടുക്കണം, കുറച്ച് റീൽസ് എടുക്കണം, കുറച്ച് വീഡിയോസ് എടുക്കണം വരണം എന്നുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷെ വന്നപ്പോൾ ചതിച്ചു ഗായ്സ്. അങ്ങനെ ഞങ്ങൾ നടക്കുമ്പോൾ ഒരു ചെറിയൊരു സ്പോട്ട് കണ്ടു. അപ്പോൾ ഇവളുമാർക്കൊരു ഡൗട്ട്, അത് ചെമ്പകപ്പൂവാണോ ജമന്തിയാണോ ചെമ്പകമാണോ എന്നൊക്കെ ഭയങ്കര ഡൗട്ട്. ഞങ്ങൾ അതിൻ്റെ ചോട്ടിൽ പോയെങ്കിലും ചെമ്പകമാണോ ചെമ്പരത്തിയാണോ ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു. പക്ഷെ അടിപൊളി സ്പോട്ടല്ലേ ഗായ്സ്. ഞങ്ങളവിടെ നിന്ന് ഒരു 10 ഫോട്ടോ എടുത്ത് 2 റീൽസൊക്കെ എടുത്ത് ഞങ്ങളവിടെ നിന്ന് പോന്നു. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് ഈ കാണുന്നത്. അവിടെ പോയിട്ട് ആ മരത്തിന് ചുറ്റിപ്പറ്റി 4 ഫോട്ടോസ് എടുക്കാനുള്ള പ്ലാനിൽ എല്ലാം കൂടെ അങ്ങോട്ട് പോവുകയാണ് ഗായ്സ്. നല്ല ഉണ്ട പക്രു ബോയ്സ്, ഇവിടുത്തെ പട്ടികളാന്ന് തോന്നുന്നു. എന്താ രസമാണ്. 2 പോകും നോക്ക്. നടക്കട നീ അങ്ങ്. ഗൈസ്, നമുക്ക് 2 റീൽസ് എടുത്താലോ? വായു. അപ്പോൾ റീൽസ് എടുക്കാനുള്ള നാണം കൊണ്ട് ഞങ്ങൾ 2 ഫോട്ടോസിന് പോസ് ചെയ്തു. അപ്പോൾ എത്രയൊക്കെയുള്ളു ഗൈസ്. അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു 4 പാട്ട് പാടി റീൽസ് എടുക്കാമെന്ന്. അപ്പോൾ ഇപ്പോഴത്തെ ഫേമസ് ഇല്ലേ, ഈ പാട്ട് ഏതാണെന്ന് നിങ്ങളത് കമൻറ്റ് ചെയ്യണം ഗ്യാസ്. ഞാൻ ഈ വീഡിയോ അല്ലാതെ ഷോർട്സ് ആയിട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ ഗായ്സ്. അങ്ങനെ 4 വീഡിയോസും 10 ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നടന്നു. ദാണ്ടേടാ നോക്കടാ, എന്നാ രസമാണ് നോക്കിയേ. അടിപൊളിയായിട്ടുണ്ടല്ലേ, അടിപൊളി വ്യൂ. നല്ല ചുരിദാറ്, നല്ല പിള്ളേർ. ഇതൊക്കെയാണ് ഫ്രെയിം. ഇടാൻ വന്ന ഇട്ടിടുന്ന ചുരിദാർ അത് കരി പറ്റി. ആ സമയം ജിസ്മി ഞങ്ങളെ തേച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ സെറ്റ് അടിപൊളി. പിന്നെ എൻ്റെ 10 റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെറിൻ്റെ കൂടി നിന്ന് ഗൈസ്. നല്ല രസമില്ലേ? എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ്? എങ്ങനെയുണ്ട്? എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെടുക്കുക. മിക്കവാറും അത് അലമ്പായും തോന്നുന്നു. പിന്നെ ഇവിടെ കുറേ ആൾക്കാരെ പറ്റിക്കാനുണ്ട് അരയന്നങ്ങൾ. പക്ഷെ വെള്ളത്തിനൊടുക്കത്തെ മണമായിരുന്നു. എനിക്ക് തോന്നുന്നു മീനെ വളർത്തുന്നതുകൊണ്ടാന്ന് തോന്നുന്നു ഇത്രയും മണമുള്ളത് അല്ലേ. പിന്നെ ഇതെങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതുപോലത്തെ 3 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ കുറച്ച് അരയന്നങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര നാറ്റമാണ് വെള്ളത്തിന്, ഭയങ്കര നാറ്റമാണ്. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും നാറ്റമാണ്. പിന്നെ അടിപൊളി വ്യൂ അല്ലേ, അടിപൊളി രസമാണ്. നല്ല നല്ല സെറ്റ് വ്യൂ ആണ്. ഞാൻ വിചാരിക്കുന്ന ഇവിടെ നിന്ന് 2 ഫോട്ടോ എടുക്കണമെന്ന്. നമ്മുടെ ലോധി ഗാർഡൻ്റെ മെയിൻ ലുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. അടിപൊളിയുണ്ട്.
ഇവിടെ നിന്നൊരു വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല സെറ്റായിരിക്കും. അല്ലേ, നല്ല രസമുണ്ട്. ലോധി ഗാർഡൻ എന്ന് പറയുമ്പോൾ ഒരു പൂവിൻ്റെ സ്ട്രക്ചറാണല്ലോ, പൂവൊക്കെയോ മനസ്സിലോട്ട് വരുന്നത്. അത് തന്നെ പൂവിൻ്റെ നേരെ നോക്കുമ്പോൾ നമ്മുടെ ലോധി ഗാർഡൻ്റെ ഇത് എന്താണ് സ്റ്റാച്ചു അല്ലല്ലോ അതിനെ പറയുന്നത്, ആ ഒരു ഗോപുരം നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ പൂവ് എങ്ങനെയുണ്ട്, ബുദ്ധി വളരാത്ത 2 പിള്ളേരെ. അപ്പം ഞങ്ങൾ പോവാണ്. അപ്പോൾ ലോധി ഗാർഡൻ. അപ്പം നമുക്കിനി ബാക്കി കുറച്ച് പിള്ളേരും കൂടി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഞങ്ങളൊരു ഗ്യാങ് ഓഫ് പിള്ളേരാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു വട്ടം കൂടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്കൊന്നും കൂടി ലോധി ഗാർഡനെ കാണാം. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രാന്തികളും തൊല്ലകളും വള്ളി പിടിക്കലൊക്കെ കണ്ട് നമുക്ക് സെറ്റായിട്ട് ഇറങ്ങാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.